ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മോളെ, നീ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ഈശ്വരൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കണേന്ന എൻ്റെ പ്രാർത്ഥന. ഇതാണ് ലവ് മാരേജിന്റെ ത്രില്ല്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുമാത്രമല്ല, സന്തോഷത്തോടെ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാം. ലവ് മാരേജ് ആവുമ്പോൾ ഈ ജാതി മതം ഒന്നും നോക്കേണ്ടി വരില്ലല്ലോ. എല്ലാവരും ഒന്നിച്ചതിന്റെ പേരില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. വാട്ട് എ തോട്ട് ഡിയർ, വെരി നൈസ്. എന്റെ അമ്മേ, എന്തു പറ്റി അമ്മേ? സുഖല്ലേ? എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു. അമ്മ, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം. നമുക്ക് ഒരുമിച്ച് ആശുപത്രിയിലും പോവാം. അതുവരെ ഡോക്ടേഴ്സ് തന്ന മെഡിസിൻസ് ഇല്ലേ, അതെല്ലാം കഴിക്കേ. ശരി മോളെ. ഇർഫാൻ സുഖമല്ലേ? ഇർഫാൻ സുഖമായിട്ടിരിക്കുന്നമ്മേ. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ നാളെ തന്നെ വരാം. എന്നിട്ട് സംസാരിക്കാം. ശരി എന്നാ. അമ്മയ്ക്ക് പോലും നിന്റെ കാര്യത്തിൽ ഇപ്പൊ നല്ല കെയർ ഉണ്ട്. എന്റെയും കൂടി അമ്മയല്ലേ. അമ്മയ്ക്കും ഇപ്പൊ നിന്റെ കാര്യമൊക്കെ ഓർത്ത് വാശിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോ അമ്മയ്ക്ക് സമാധാനമായിട്ടുണ്ടാവും. നാളെ നിനക്കും കൂടി ലീവ് എടുക്കായിരുന്നില്ലേ? മോളെ, ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടാണോ? എന്തായി ചെയ്യുന്നത്? ഇന്നുകൂടിയല്ലേ പറ്റുള്ളൂ. ഇനി 2 ദിവസം നീ വീട്ടിൽ പോവല്ലേ? ഐ മിസ് യു ടു. കുറെ സമയമായല്ലോ. എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നേ? നീ ഇത് എവിടെയാ? ഞാൻ പാർക്കിങ്ങിലാ. ഒരു റെഡ് കളർ കാർ നീ കാണുന്നില്ലേ? ആ, കണ്ടു. ആ, വേഗം വാ. ഹായ്. അല്ല, നീ പിന്നെ കുറച്ച് ദിവസത്തേക്കാണോ അതോ ഇവിടെ നിൽക്കാണോ? ഞങ്ങള് ഇനി അവിടെ തന്നെ ആയിരിക്കും. സത്യത്തിൽ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അല്ല, ഇവിടെ ഈ വിനായക സ്കൂൾ എവിടെയാ? എന്താ? എനിക്ക് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. അത് പിന്നെ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഓ, പിന്നൊരു കാര്യം, പണ്ടത്തെക്കാളും നീ കുറച്ച് സുന്ദരിയായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതല്ലേ, സൗന്ദര്യം കൂടാതിരിക്കില്ലല്ലോ. നീ ഒരു കല്യാണം കഴിക്കേ. 2ാം വിവാഹത്തിന് നീ റെഡിയാണോ? എന്താ, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. Hey, just chill. I'm just kidding. പോയാലോ? എന്നെ നീ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? നീ എന്നാ ജോയിൻ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ചെയ്യും. ഓ ഗുഡ്. എന്നാ നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ, ബൈ. ബൈ. ഇതിന്റെ ഒരു കാര്യം. അമ്മേ,
അമ്മേ, എനിക്കറിയാം അമ്മയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ടാണ് എന്നെ കൊണ്ടാക്കാൻ ശിവയെ ഞാൻ വിളിച്ചത്. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പിക്ക് ഞാൻ വന്നേനല്ലോ. എന്തിനാ അവൻ്റെയൊക്കെ കൂടെ കാറി കയറി വന്നത്? സോറി അമ്മേ, ഇനി ഇതൊന്നും കാര്യമാക്കി എടുക്കല്ലേ. ആ ശരി പോട്ടെ. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറോ? താങ്ക് യു അമ്മേ. ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ശിവയും ലക്ഷ്മിയും തമ്മിൽ ചെറുപ്പം മുതലേ ഉള്ള സൗഹൃദമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കൺമുന്നിൽ തന്നെ അവരുടെ സൗഹൃദം എങ്ങനെയാ പ്രണയമായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. ഞാനത് മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. കാരണം അവരുടെ ബന്ധം ഒരുപാട് മുന്നോട്ട് പോയി. ലക്ഷ്മി, ഞാൻ ചെയ്തത് വളരെ ശരിയായ കാര്യമായിരുന്നു. അതിലെനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. ഇതല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. ഇർഫാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്ത് സന്തോഷത്തോടെ ജീവിച്ചത്. സർപ്രൈസ്! പറ, എന്താ സർപ്രൈസ് എന്ന്? നീ ഇങ്ങോട്ട് വന്നു അതല്ലേ? അല്ല എന്റെ മോളെ, എന്റെ ട്രാൻസ്ഫർ ആക്സെപ്റ്റ് ചെയ്തു. നമുക്കിനി ഒരുമിച്ച് നിൽക്കാം. നിന്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയെന്ന് നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? നിനക്ക് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് നോട്ട് ഫെയർ. ഐ എം യുവർ വൈഫ്. നീ ഇപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാൻ തുടങ്ങിയല്ലേ? ഐ ആം സോറി ലക്ഷ്മി. ഇനി നീ എന്നോടൊന്നും പറയണ്ട. ലക്ഷ്മി. മോനെ ഇർഫാൻ. അമ്മേ. സുഖമല്ലേ? സുഖം അമ്മേ. ഇനി അമ്മ ടെൻഷനൊന്നും ആവണ്ട. ലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇനി ഞാനും ഉണ്ടാവും. നീ എന്തായാലും വന്നത് നന്നായി മോനെ. ഇനി അവൾക്കും ഇവിടെ ഒരു കൂട്ടുണ്ടാവുമല്ലോ. എനിക്കിനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മി, ഇർഫാനെ അകത്തുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ശരി വാ, അകത്തേക്ക് വാ. ശരി അമ്മേ. ബാഗ് എടുത്തു. ആ. ഇർഫാൻ വന്നത് എന്തായാലും നന്നായി. ഇനി ആ ശിവയുടെ പുറകെ ഇവള് പോവില്ലല്ലോ. നീ എന്താ ഇങ്ങനെ സീരിയസ് ആയിരിക്കുന്നെ? എന്തു പറ്റി? പറയ് ശിവ, എന്താ കാര്യം? അവൻ വരുമെന്ന് നീ പറഞ്ഞില്ലല്ലോ. അവൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. വന്നിട്ട് പറയാം എനിക്ക് സർപ്രൈസ് തന്നാന്ന്. ചുമ്മാ മനുഷ്യന്റെ സമാധാനം കളയാൻ. എന്തു പറ്റി? അവൻ വന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തു പറ്റി? എന്താ നിർത്തിയത്? അത് ലക്ഷ്മി, എനിക്ക് ആ ഇർഫാന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നോണ്ടേ ഇരിക്കുക. ലക്ഷ്മി, എനിക്ക് നീ അല്ലാതെ മറ്റാരും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഇന്നു മുതൽ അവൻ ഞാൻ ചെയ്തൊക്കെ നിന്നോട് ചെയ്യില്ലേ? അതൊക്കെ ആലോചിച്ച് ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? അതുകൊണ്ട് ഞാൻ കരുതി സൂയിസൈഡ് ചെയ്യാന്ന്. നീ അതേ സമാധാനിക്ക്. സ്വയം നിയന്ത്രിക്കാൻ നോക്ക്. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. അതുവരെ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വേഗം നമുക്ക് ഇവിടുന്ന് പോവാം. വീട്ടിൽ എന്നിപ്പോ വെയിറ്റ് ചെയ്യായിരിക്കും. കുറച്ച് സമയം കൂടെ നിൽക്ക. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. നമുക്ക് പോവാം.
ഇല്ല. ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുന്നേ, ഇത് ശരിയാവില്ല. ലക്ഷ്മി എന്റേത് മാത്രം, എന്റേത് മാത്രം. എന്റെ ലക്ഷ്മി മറ്റൊരുത്തന്റെ കൂടെയോ? സ്വപ്നം സത്യമാകാം, അല്ലാതിരിക്കാം. അവന്റെ ഭാര്യയല്ലേ അവള്. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ ഇതൊക്കെ ചെയ്യാറില്ലേ? എങ്ങനെ ചെയ്യാതിരിക്കും? എനിക്കെന്തോ വട്ടാണോ? ഹസ്ബൻഡും വൈഫും ഇതെല്ലാം ചെയ്യും. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ. ഇന്ന് രാത്രി മുഴുവൻ അവർക്ക് ഉറക്കം ഉണ്ടാവില്ല. ശിവ എന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇത് ശരിയാവില്ല. ഇങ്ങനെ എന്നും ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. മതിയാക്കാം. ഇർഫാൻ, പ്ലീസ് ഇന്നൊന്നും ചെയ്യണ്ട. എനിക്ക് പീരിയഡ്സ് ആണ്. പീരിയഡ്സ് ആണോ? കുറച്ച് നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എപ്പോഴും ഇങ്ങനെയാ. സമയം കിട്ടി അപ്പം അങ്ങ് തുടങ്ങിക്കോളും. നീ ആ പില്ലോ ഇങ്ങെടുത്തേ. പില്ലോ എന്തിനാ? അതിങ്ങ് എടുക്കാനല്ലേ പറഞ്ഞേ? അത് ശരി. ഈ പില്ലോ ഇവിടെ വെച്ചോ. ഈ പില്ലോ ഇന്ന് ഇവിടെ തന്നെ ഇരിക്കണം. എന്റെ പീരിയഡ്സ് കഴിയുന്നത് വരെ ഈ പില്ലോട് ഇപ്പുറത്തേക്ക് വന്നേക്കരുത്. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലാവുന്നില്ല ലക്ഷ്മി. നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ മനുഷ്യർക്ക് അനിവാര്യമാണല്ലോ. കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി, ഇർഫാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാവില്ല. നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്തൂടെ? അമ്മ ഇർഫാനെ സ്വന്തം മകനെ പോലെയാ കാണുന്നത്. അതൊരിക്കലും നടക്കും തോന്നില്ല. അങ്ങനാണെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും അങ്ങ് മരിക്കാം. ഇല്ലെങ്കിൽ അവനെ കൊല്ലണം. നമ്മൾ എന്തായാലും മരിക്കില്ല. എന്നാൽ എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ലക്ഷ്മി, ഒന്ന് വേഗം ഫുഡ് കൊണ്ടുവാ. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദാ വരുന്നു. നീ അവിടെ എന്താ ചെയ്യുന്നേ? ഒന്ന് വേഗം കൊണ്ടുവാ. ദാ വരുന്നു. ദാ ഫുഡ്. നീ കഴിക്കുന്നില്ലേ? അത് എനിക്ക് വിശക്കുന്നില്ല. ചെറിയൊരു തലവേദനയുണ്ട്. തലവേദനയായിട്ട് കഴിക്കുന്നില്ല എന്നോ? ഇല്ലില്ല, നീ കഴിക്കേ. ദാ എന്ത് നല്ല സ്മെല്ലാ. എന്ത് നല്ല ഫുഡാ. നിന്റെ കൈപുണ്യം പറയേണ്ടത് തന്നെയാ.
ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണോ അമ്മ വരെ വെറുപ്പിച്ച് ഈ വീട് വിട്ട് ഒളിച്ചോടിപ്പോയി ഞാൻ കല്യാണം കഴിച്ചത്? നീ ചെയ്തത് തീരെ ശരിയല്ല ലക്ഷ്മി. ഇല്ല, ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശിവയുടെ കൂടെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? പണ്ടുള്ളവര് പറഞ്ഞത് കേട്ടിട്ടില്ലേ, ലവിലും വാറിലും എല്ലാം ശരികളാണെന്ന്. അതുപോലെ ഇതെല്ലാം ശരിയാ, എല്ലാം ശരിയാണ്. നീ എത്തിയോ ശിവ? ഞാനിവിടെ ഒറ്റയ്ക്ക് ശരിക്കും വിഷമിച്ചു പോയി. എന്തായി? ലക്ഷ്മി, ലക്ഷ്മി, എന്താ അവിടെ? ഒന്നുമില്ലമ്മേ, ഞങ്ങൾ സംസാരിക്കായിരുന്നു. കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ സ്കൂളിൽ പോവണ്ടേ? ശരിയമ്മേ, അമ്മ പോയി കിടന്നോ. ശിവ, എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലല്ലോ അല്ലേ? ഇല്ല, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രണയം സത്യമാ, അതെന്നും നിലനിൽക്കണം. ഞാനും അത് തന്നെ ചിന്തിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്? എന്തോ പ്രശ്നമുണ്ട്, പോയി മൊബൈൽ എടുത്തിട്ട് വരാം. സോറി മോളെ, ഇവനെ കൊല്ലേണ്ടി വരും. കാലി നന്നായിട്ട് പിടിക്കേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ലക്ഷ്മി, ഇർഫാൻ എവിടെയാ? അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മ, ഇർഫാൻ രാത്രി ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ രാവിലെ 4 മണിയായപ്പോ ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാ. അമ്മ, പോലീസ്. ഞാനാണ് ഇവരെ വിളിച്ചത് ലക്ഷ്മി. ഇർഫാന്റെ മർഡർ ഞാൻ കണ്ടു. ഛേ, നിന്നെ പോലൊരു മകളുണ്ടെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. ഇൻസ്പെക്ടർ സാർ, ഇവൾക്ക് വധശിക്ഷയേക്കാൾ വലിയ ശിക്ഷയുണ്ടെങ്കിൽ അതാണ് നൽകേണ്ടത്. അമ്മ, ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ ചെയ്ത നന്മ ഈ ലോകം മുഴുവനും വാഴ്ത്തും. ഇവർ ചെയ്ത ഒരു വലിയ ക്രൈമാണ്. താങ്ക് യു സോ മച്ച്. അവരെ അറസ്റ്റ് ചെയ്യൂ, വേഗം വരൂ. അമ്മ, വേഗം കൊണ്ടേക്കോ. പ്ലീസ് നടക്കങ്ങോട്ട്. ശരി. എൻ്റെ ഈശ്വര, എൻ്റെ മകളോട് നീ ക്ഷമിക്കണമേ.